കറി വെക്കാനാണ് ഉച്ചക്കലത്തേക്ക്. ഏട്ടക്കുട്ടിയാണ്. അപ്പോൾ അതിനാദ്യം നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. ചട്ടി ചൂടായിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. ഇനി അതിലേക്ക് ചുവന്നുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, ഒരു പകുതി സബോള, ചെറിയ സബോള ചെറുതാക്കി അരിഞ്ഞത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി അതും മൂത്ത് വരട്ടെ. ഇളക്കി കൊടുക്കുക. നല്ലോണം മൂത്ത് വരുമ്പോൾ നമുക്ക് അതിലേക്ക് പൊടികൾ ചേർക്കാം. തക്കാളി ചേർക്കാം. എന്നിട്ട് ഇഞ്ചി, പച്ചമുളക്, വേപ്പില, വെളുത്തുള്ളി, ചുവന്നുള്ളി ഒക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് പൊടികൾ ചേർക്കാം. 1 ടീസ്പൂൺ മുളകും പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ചെറിയ ടീസ്പൂണാണ്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിൻ്റെ പച്ചമണം വരുന്നത് വരെ മൂപ്പിച്ചെടുക്കാം. മുളകൊക്കെ മൂത്ത് വന്നു. മുളക് പൊടികൾ. പിന്നെ അതിലേക്ക് ഒരു തക്കാളി, വലിയ തക്കാളിയാണ്, അത് അരിഞ്ഞ് ചേർത്തു. പിന്നെ അത് മൂത്ത് വരട്ടെ. അതൊന്ന് പേസ്റ്റായി വരണം. കറണ്ടില്ലാത്ത കാനാണ് ഇട്ടിട്ട് ഇത് പേസ്റ്റായി വരട്ടെ. തക്കാളിയൊക്കെ ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് മീൻ ചേർക്കാം. അതിലേക്ക് മീൻ ചേർത്തു. ഏട്ടക്കുട്ടി ആയതുകൊണ്ട് കഷ്ണം കുറച്ച് വറുക്കാൻ വെച്ചു. ബാക്കിയുള്ള തലയും എല്ലാം കൂടിയിട്ടാണ്. നല്ല ടേസ്റ്റുള്ള കറിയാവും. ഇനി നമുക്കത് ഇതിലൊന്നും മസാല ഒന്ന് പിടിക്കുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് മെല്ലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇങ്ങനെ വെച്ചാൽ നല്ല ടേസ്റ്റാണ് ഏട്ടത്തല. ഇനി അതിലേക്ക് നമുക്ക് പുളിവെള്ളം ഒഴിക്കാം. ഇനി പുളിവെള്ളം ഒഴിച്ചു. ഇനി മെല്ലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ, മൊളീഷ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. കറണ്ട് ഇല്ലാത്ത കാരണമാണ് നാളികേരം അരയ്ക്കാൻ പറ്റാത്തത്. അപ്പോൾ അതുകൊണ്ടാണ് മൊളീഷ വെക്കുന്നത്. ഇതൊന്ന് തിളച്ച് വരട്ടെ. കറി നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. മെല്ലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതുപോലെ ഒരു 2 മിനിറ്റ് നേരം ഇതുപോലെ തിളച്ചിട്ട് പിന്നെ നമുക്ക് ചെറുതീരിടാം. ഇനി നമുക്ക് അടച്ചു വയ്ക്കാം. അങ്ങനെ മീൻ കറി റെഡി ആയിട്ടുണ്ട്. നോക്കാം. ഇനി അതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിക്കുക. ഇനി നമുക്ക് കറി എങ്ങനെയുണ്ടെന്ന് നോക്കാം. നല്ല കറിയാണ്, നല്ല ചൊടിയുണ്ട്.
ലേശം കൂടി പറ്റാണ്ട്. മീൻകറി നന്നായി വറ്റി വന്നിട്ടുണ്ട്. നല്ല കറിയാണ്, നല്ല ചൊടിയുള്ള കറിയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ.